ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഒരു യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഫുൾ ലെങ്ത് 20 ഇഞ്ചാണ് വേണ്ടത്. കോളർ നമുക്ക് 11 ഇഞ്ച്, ഷോൾഡർ 12 ഇഞ്ച്, സ്ലീവ് ലൂസ് 13, ബോഡി ലൂസ് 8.5 ഇഞ്ച്, സ്ലീവ് ലെങ്ത് 6 ഇഞ്ച്. ഇത് നമ്മൾ ഈ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷർട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യമേ നമ്മുടെ ഓപ്പണിംഗ് സൈഡ് നമ്മുടെ ഭാഗത്തേക്കാണ് ഇടുന്നത്. ഫ്രണ്ടാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ വശത്തേക്കും ഫോൾഡഡ് സൈഡ് എതിർവശത്തേക്കുമാണ് ഇടേണ്ടത്. നമുക്കിത് ഈ അടിവശം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്കെയിൽ എടുത്തിട്ട് കുറച്ചൊന്ന് അടിവശം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്യാമറയിൽ അവിടെ കിട്ടിയിട്ടില്ലെങ്കിലും അടിവശം നിങ്ങളൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പണിംഗ് ഭാഗമില്ലേ, അവിടുന്ന് നമുക്കൊരു 2 ഇഞ്ച് ഇതേപോലെ ഒന്ന് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 ഇഞ്ച് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കാം. ഈ ഭാഗത്താണ് നമ്മൾ ബട്ടൺ ഹോളും ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ഇഞ്ച് ഇതേപോലെ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഷർട്ടിന് എത്രയാണോ ലെങ്ത്, അത് നിങ്ങൾ ബോഡിയിൽ നിന്ന് എടുത്തതോ അളവ് ഷർട്ടിൽ നിന്ന് എടുത്തതോ ആയിരിക്കാം. അത് കറക്റ്റായിട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 20 ഇഞ്ചാണ് വേണ്ടത്. തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട്, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്തും അടിവശത്തും നമുക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് 21.5 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ ഓപ്പൺ സൈഡിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു, പിന്നെ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ ആയല്ലോ. നമുക്ക് ഷോൾഡർ ഡൗൺ ഒരു 1.5 ഇഞ്ച് കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലെങ്ത് മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴേക്ക് 1.5 ഇഞ്ച് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഡൗൺ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് ലൂസ് എത്രയാണ്? നമുക്കിവിടെ സ്ലീവ് ലൂസ് 13 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആദ്യമേ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൂടിപ്പോയാൽ നമുക്ക് ഷർട്ട് ചുളിവുകൾ വരും. കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. തയ്ക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി എടുക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ 6.5 ഇഞ്ച് കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ലൈൻ വരച്ചു. ഇത്ര മനസ്സിലായല്ലോ. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളർ എത്രയാണ്? കോളർ 11 ഇഞ്ചാണ്. അതിൻ്റെ 5-1 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 5-1 എത്രയാണ് വരുന്നത്? നമുക്ക് 2.25 ഇഞ്ച് വരും. ഓക്കെ, 2.25 ഇഞ്ച് നമുക്കിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ 2.25 മാർക്ക് ചെയ്ത് കൊടുത്തു. 2.25 2.25 നമുക്ക് വേണ്ടത്. 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മുടെ കോളർ എത്രയാണോ അതിൻ്റെ 5-1. നമുക്കിവിടെ നെക്ക് പിടുത്തും ഇവിടെ നമ്മുടെ കൈലൂസിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും കുറച്ച് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ സ്റ്റിച്ചിങ് സമയത്ത് കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കാവുന്നതാണ്. കൂടിപ്പോയാൽ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ കുറച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമുക്കിവിടെ നെക്ക് ലെങ്തും 2.25 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. കറക്റ്റായിട്ട് 2.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്കിന് ഷേപ്പും കൂടി അങ്ങ് വരച്ച് കൊടുക്കാം. നമ്മൾ നെക്ക് വിഡ്ത്ത് 2.25, ലെങ്തും 2.25 തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് വരച്ച് കൊടുത്തു. ഇനി നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഇവിടെ 12 ഇഞ്ചാണ്. അതിൻ്റെ നേർപകുതി 6 ഇഞ്ചും തയ്യൽ തുമ്പൂടെ ചേർത്തിട്ട് 6.5 ഇഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഷർട്ട് ആയതുകൊണ്ട് കറക്റ്റ് ഷോൾഡർ തന്നെ എടുക്കണം, കുറയ്ക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കൈലൂസ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ലൈനിലേക്ക് 6.5-യിൽ നിന്ന് ഒരു 3/4 ഇഞ്ച് കുറച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഒരു 5.25 നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു സ്ലാൻഡിങ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ആ ഷോൾഡർ ഡൗൺ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോഡി ലൂസ് എത്രയാണ്? ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബോഡി ലൂസ് നമുക്കിവിടെ 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 9.5 ഇഞ്ചിൽ കറക്റ്റായിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആയല്ലോ. 9.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 9.5 ഇഞ്ച് തന്നെ ഏറ്റവും ബോട്ടം ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതൊന്നും ക്യാമറയിൽ കിട്ടിയിട്ടില്ല. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ഷേപ്പും കൂടി കൊടുക്കാം. പെൺകുട്ടികളുടെ യൂണിഫോം ഷർട്ട് ആയത് കാരണം 1/2 ഇഞ്ച് നമ്മൾ ഷേപ്പും കൂടി കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ കറക്റ്റായിട്ടങ്ങ് വരച്ചെടുക്കാം. കറക്റ്റായിട്ട് ചേർത്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 1/2 ഇഞ്ച് നമ്മളിവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാം. അതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ടോ നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ടോ വരച്ച് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ടങ്ങ് വരച്ചെടുത്തു.
നമ്മുടെ ഷർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടിലെ മെഷർമെൻറ്റും അതിൻ്റെ മാർക്കിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ടിനൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് അന്നേരം തന്നെ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പം സ്റ്റിച്ചിങ്ങിന് തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഇടാനായിട്ട് താമസിക്കുന്നത്. നമ്മുടെ യൂണിഫോം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പം മടക്കിയൊക്കെ എടുക്കുമ്പം ഒരു അടയാളം ഇട്ട് കൊടുത്താൽ നമുക്ക് എളുപ്പമാകും മടക്കി എടുക്കാമെന്നാണ്, സംശയമൊന്നുമില്ലാതെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് നമ്മൾ ഇതിൻ്റെ എതിർവശത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. കുറച്ച് വണ്ണമുള്ള ഒരു കുട്ടിയായത് കാരണം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് കുറച്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് ആ ഫോൾഡിങ് സൈഡ് തന്നെ വേണം. ഓക്കെ, നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫോൾഡിങ് ഭാഗം കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പാർട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, അത് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഓക്കെ, ബാക്ക് പാർട്ട് 1/2 ഇഞ്ച് ഇതേപോലെ കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, 1/2 ഇഞ്ച് കുറച്ചിട്ട് എല്ലാ സൈഡും കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക. ഇനി നമുക്ക് നമ്മുടെ ആ ഷോൾഡർ ഡൗൺ മാർക്ക് ചെയ്ത് കൊടുത്തില്ലേ, ആ ഭാഗത്തെ ആ ലൈൻ കണ്ടില്ലേ, അവിടെ കറക്റ്റായിട്ട് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ വെച്ചിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, അവിടെ ഇങ്ങനെയൊന്ന് വരച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതേപോലെ മാറ്റിയിട്ട് കറക്റ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വര കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇവിടെ ഷോൾഡർ എത്രയാണോ അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 6 ഇഞ്ച് 12 ഇഞ്ച് ഷോൾഡർ, അതിന് നേരെ പകുതി 6 ഇഞ്ച്, അതിനോട് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടെ ചേർത്തിട്ട് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗമില്ലേ, അവിടുന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കുക. നമ്മൾ ബാക്കിൽ ഇതേപോലെ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ഇറക്കി വെച്ചില്ലേ, 1/2 ഇഞ്ചാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഇനി ഇതേപോലെ കർവിൽ വരച്ചിട്ട് വന്ന് അവിടേക്ക് വരുമ്പോൾ ജോയിൻ ചെയ്തങ്ങ് പോവുക. ഓക്കെ, ഇവിടേക്ക് വന്ന് ജോയിൻ ചെയ്യുക. ഇത്രയും മനസ്സിലായല്ലോ. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ അങ്ങ് വരച്ചെടുത്താൽ മാത്രം മതി. കൂട്ടുകയും ചെയ്യേണ്ട കുറയ്ക്കുകയും ചെയ്യേണ്ട, കറക്റ്റായിട്ടങ്ങ് വരച്ചെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മൾ ബാക്ക് പാർട്ടിൽ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബാക്കി നമ്മൾ ഷോൾഡറിലാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് കറക്റ്റായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ഭാഗങ്ങളും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഷോൾഡർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പീസ് ഇതേപോലെ രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നീളത്തിലും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ഫോൾഡഡ് സൈഡ് ആയിരിക്കണം രണ്ട് ഭാഗങ്ങളും. ഓക്കെ, കറക്റ്റായിട്ട് രണ്ടായിട്ട് ഇതേപോലെ മടക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കി വയ്ക്കുക. നമുക്ക് അടിവശം ഒന്ന് സ്ട്രെയിറ്റ് ആക്കി, അടിവശം നമുക്ക് ഫോൾഡഡ് സൈഡല്ല വേണ്ടത്, അതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി 1 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് ഒരു 4.25 ഇഞ്ച് ഇതേപോലെ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങേ സൈഡ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഷോൾഡർ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ ഒരു 4 ഇഞ്ചും കൂടി കൂട്ടി 6.25 മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 4.25 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. എന്നിട്ട് അവിടെ നമ്മൾ നെക്ക് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചും നെക്ക് ലെങ്ത് 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നെക്കിന് ഷേപ്പ് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നിടത്ത് ഇതേപോലെ വരച്ചെടുക്കുക. മുകളിൽ 6.25 ഇഞ്ചും താഴെ 6.5 ഇഞ്ചും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ വരച്ചെടുക്കുക. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷോൾഡർ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ലീവും കൂടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് 2 പീസ് തുണി ഇതേപോലെ ഒന്നും കൂടി ഒന്ന് മടക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക.
ഇനി കറക്റ്റായിട്ട് നമ്മുടെ സ്ലീവ് ലൂസ് എത്രയാണോ അതിൻ്റെ കൂടെ ലൂസും തയ്യൽ തുമ്പും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് ലൂസ് നമുക്ക് 13 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 6.5 ഇഞ്ചും ലൂസും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് 1.5 ഇഞ്ച് ഇതേപോലെ അടിവശത്ത് മടക്കി തയ്ക്കാൻ വേണ്ടി 1.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നാണ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത് ഇവിടെ 6 ഇഞ്ചാണ്, തയ്യൽ തുമ്പും കൂടെ കൂട്ടി 6.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 3 ഇഞ്ച് കൈക്കുഴി താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ 3 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. നമുക്ക് കൈ ലൂസിൻ്റെ കൂടെ ഇനി തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തു. അവിടെ നമുക്ക് 7.25 കിട്ടിയത്. ഇവിടെ നമുക്ക് 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റായിട്ട് അങ്ങ് വരച്ചെടുക്കാം. മുകൾ വശത്ത് നമുക്ക് ഇതേപോലെ ഷേപ്പും കൂടി കൊടുക്കാം. ഓക്കെ, നമ്മുടെ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന ഭാഗം നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് പാർട്ടിൽ ഇതേപോലെ ഒരു ചെറിയൊരു മാർക്കിങ് കൂടെ കൊടുക്കാം. ഓക്കെ, നമ്മുടെ സ്ലീവ് നമ്മുടെ ഷർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, താങ്ക് യു.